ഈ കത്തി നിൽക്കുന്ന ആളെ കണ്ടോ? ചുട്ടുപൊള്ളുന്ന വെയിലത്താണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ വന്നപ്പോൾ അമ്മ പശുവിനെയൊക്കെ കുളിപ്പിക്കുമായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും ഇപ്പോൾ ഇവരെ കുളിപ്പിക്കാറുണ്ട് കേട്ടോ. എന്തോ ഒരു ചൂടാ, മനുഷ്യരെക്കാളും ചൂട് മൃഗങ്ങൾക്കായിരിക്കുമല്ലോ. പിന്നെ വന്ന പാടേ ആപ്പിൾ ചെറിയുടെ കീഴിലേക്ക് മോള് കയറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ മൊത്തത്തിൽ കായായിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ പൂവായിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവരെ വീണ്ടും തൊഴുത്തിലേക്ക് കൊണ്ടുപോയി. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേ അമ്മ പോയി ചോറ് വിളമ്പി. ചോറിനാണെങ്കിൽ അച്ചാറ്, മീൻ വറുത്തത്, തോരൻ, ക്യാബേജും ബീറ്റ്റൂട്ടും ഉണ്ടായിരുന്നേ. പിന്നെ പുളിശ്ശേരിയുടെ കുട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചു. എന്ന് നമ്മൾ വെക്കുന്ന ആഹാരം തന്നെ കഴിച്ചതുകൊണ്ടായിരിക്കും എന്തൊരു ടേസ്റ്റ് ആയിരുന്നോ. അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കണ്ണ് കാണാൻ പറ്റി. അപ്പോഴാണ് കണ്ടത് അമ്മയുടെ മണി പ്ലാന്റ് ഇതേ പടർന്നു പന്തലിച്ച് വിശാലമായിട്ട് അങ്ങ് പോയേക്കാണ്. എങ്കിൽ പിന്നെ അമ്മയുടെ ചെടികളൂടെ കണ്ടിട്ട് അങ്ങ് കയറിപ്പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും രണ്ട് തെറ്റിയും നിറയെ പൂത്തു നിൽക്കുന്നു. ഇവിടെ അമ്മ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ലെങ്കിലും ചാണകപ്പൊടി യഥേഷ്ടം കിട്ടാറുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചെടിയിലും നിറയെ പൂക്കളാണ്. കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒടിഞ്ഞു കിടന്ന ഒരു സ്നേക്ക് പ്ലാന്റ് തണ്ടെടുത്തിട്ട് വന്നാൽ ഇപ്പോഴേ അതിന് 2 മുള വന്നിട്ടുണ്ട്. ഈ അരേലിയുടെ ചെടി കണ്ടില്ലേ, ഇതൊന്ന് വെട്ടി നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ വെയിലത്ത് നിന്ന് കൂടുതൽ നേരം ആസ്വദിക്കാൻ വയ്യ. ബാക്കി കാഴ്ചകൾ വൈകിട്ട് കാണാം.